പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രെയറിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഫേസ്ബുക്ക് പേജിലൂടെ ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് 10ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമുക്ക് സാവകാശം നൽകിയല്ലോ. പ്രത്യേകാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് പേജിൻ്റെ മുഖ്യ അഡ്മിനായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനനായിരിക്കുന്ന തോമസ് ചെറിയാൻ അവറുകൾ, ഈ മിനിസ്ട്രിയുടെ വിവിധ മേഖലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരായി സേവനമനുഷ്ഠിക്കുന്ന ദൈവദാസന്മാർ, ഈ ക്ലാസ് ഇന്ന് വാച്ച് ചെയ്യുന്ന എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ധന്യനായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സബ്ജക്റ്റാണോ നമ്മൾ എല്ലാ ആഴ്ച തോറും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ക്രിസ്തീയ ശിഷ്യത്വം. ഇന്നതിൻ്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കർത്താവ് അവസരമൊരുക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ആഴ്ച നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭാഗം ശിഷ്യത്വത്തിനുള്ള പ്രതിഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്. ശിഷ്യന് നിശ്ചയമായി പ്രതിഫലമുണ്ട്. നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ദൗത്യങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ദൗത്യം ഒരു ശിഷ്യൻ എന്ന നിലയിൽ നാം ഏറ്റെടുക്കുമ്പോൾ, അത് പ്രവർത്തിക്കുമ്പോൾ, അത് ചെയ്യുമ്പോൾ നിശ്ചയമായും അവൻ പ്രതിഫലത്തിന് അർഹനാണ്. മത്തായിയുടെ സുവിശേഷം 10ാമത്തെ അധ്യായം അതിൻ്റെ 39ാമത്തെ വാക്യം, തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അതിന് തൊട്ട് മുകളിലുള്ള വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു: തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. 1-2 എപ്പിസോഡുകൾക്ക് പിറകിൽ നമ്മൾ ആ ഭാഗം സവിസ്തരമായിട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു. യേശുവിനെ അനുഗമിക്കുന്നവർ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ അന്ന് പഠിക്കുവാനിടയായി. ഇവിടെ നമ്മൾ കാണുന്നത് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. അപ്പോൾ ഒരു ശിഷ്യന്റെ യോഗ്യതയെ സംബന്ധിച്ച് പറഞ്ഞു വരുമ്പോൾ, യേശുവിനെ അനുഗമിക്കുന്നവൻ അവൻ ശിഷ്യനാണ്. അവൻ എങ്ങനെയുള്ളവനായിരിക്കണം? തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കുന്നവനായിരിക്കണം. ഇനി അങ്ങനെ അനുഗമിക്കാത്തവൻ യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ ഒരിക്കലും അവൻ യോഗ്യനല്ല. ഇത് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. അപ്പോൾ നിശ്ചയമായും യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യൻ എന്ന നിലയിൽ താൽക്കാലികമായിട്ട് അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കേണ്ട പകരം മറ്റ് ഭൗതികമായിരിക്കുന്ന നിലകളിൽ മുമ്പോട്ട് പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും വിലയേറിയതായ ഒരു പ്രതിഫലം നഷ്ടമാകും എന്നുള്ളത് ഇവിടെ ഒരു സൂചന കർത്താവ് തരികയാണ്. എന്നാൽ കർത്താവ് നിമിത്തം ഒരു ശിഷ്യൻ തൻ്റെ ജീവനെ കളഞ്ഞാൽ നിത്യമായും അവൻ ആ പ്രതിഫലം പ്രാപിക്കുക തന്നെ ചെയ്യും. ഈ ലോകത്തിൽ നമുക്കൊരു ധാരാളം ശിഷ്യന്മാർ, കർത്താവിൻ്റെ ശിഷ്യന്മാർ, നമ്മളെല്ലാവരും ശിഷ്യന്മാരാണ്. അപ്പോൾ തന്നെ ആ ശിഷ്യന്മാരിൽ നിന്ന് അനേകരെ കർത്താവ് ദൗത്യത്തിനായി വേർതിരിപ്പാനിടയായി തീർന്നു. നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയുന്ന 12 അപ്പോസ്തലന്മാർ എന്ന നിലയിൽ ആദ്യമേ അവരെ തിരഞ്ഞെടുത്ത് കർത്താവ് അവരെ ദൗത്യങ്ങളെ ഭരമേൽപ്പിച്ച് അവരെ പറഞ്ഞയക്കുന്ന രംഗം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ആദിയായ സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയിലും നമ്മളത് കാണുകയാണ്. അങ്ങനെ ദൗത്യ നിർവഹണത്തിൽ ഒരു ശിഷ്യന്റെ കടപ്പാട് എന്താണ്, ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളത് വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ ബൈബിൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിശ്ചയമായും
ഒരു ശിഷ്യന് അവന് പ്രതിഫലമുണ്ട്. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിളിൽ നമുക്കൊരു ശിഷ്യനെ പരിചയപ്പെടാം. താൻ പ്രാപിച്ച പ്രതിഫലത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. രണ്ട് തിമോഥെയോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ, യേശുവിന്റെ ശിഷ്യനായി ഒരു കാലഘട്ടത്തിൽ മാറിയതായ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അനുഗ്രഹിക്കപ്പെട്ട ഒരു മിഷണറിയായി തൻ്റെ ആ ദൗത്യ നിർവഹണത്തിന്റെ പരിസമാപന നാളുകളിൽ, തൻ്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ തൻ്റെ ശുശ്രൂഷയിലൂടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന തിമോഥെയോസിനായിട്ട് ലേഖനം എഴുതുമ്പോൾ, ഒരു ശിഷ്യനെ സംബന്ധിച്ച് അവൻ പ്രാപിക്കാൻ പോകുന്ന പ്രതിഫലം എന്താണെന്നുള്ള കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയാണ്. നമുക്കത് നോക്കാം. അതിന്റെ 6-ാമത്തെ വാക്യം 5 മുതൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക. ഇത് തിമോഥെയോസിനോടായിട്ട് പൗലോസ് പറയുകയാണ്. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. പൗലോസിനെ പോലെ തന്നെ തിമോഥെയോസും യേശുവിന്റെ ഒരു ശിഷ്യനാണ്. അപ്പോൾ തന്നെ ആ ശിഷ്യൻ എന്ന നിലയിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷകൾ തനിക്ക് ഭരമേൽപ്പിക്കുവാനുണ്ട്. അത് പൗലോസ് ഇവിടെ എടുത്തു പറയുകയാണ് തിമോഥെയോസിനോട്. എല്ലാ കാര്യത്തിലും നിർമ്മതനായിരിക്കണം. ഒരു ശിഷ്യൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നിനക്ക് ധാരാളം കഷ്ടതകളുണ്ട്. ആ കഷ്ടതകൾ സഹിക്കുന്ന ഒരു ശിഷ്യനായിട്ട് നീ മാറണം. അപ്പോൾ തന്നെ നീ ഒരു സുവിശേഷകനാണ്. ശിഷ്യനായിരിക്കുമ്പോൾ തന്നെ അവൻ സുവിശേഷകനാണ്. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം. നമുക്കറിയാം സുവിശേഷകന്റെ പ്രവൃത്തി എന്താ. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് നിയോഗം കൊടുക്കുമ്പോൾ, നിങ്ങൾ ഭൂലോകത്തൊക്കെയും സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം. അപ്പൊ നിശ്ചയമായും ഒരു സുവിശേഷകൻ എന്ന നിലയിൽ തന്റെ കർത്തവ്യം എന്ന് പറയും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ പൗലോസും അത് തന്നെ ഇവിടെ തിമോഥെയോസിനോട് ഇത് പറയുന്നു. നീ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. അടുത്ത ഭാഗം, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. കൃത്യമായും ചെയ്തു തീർക്കേണ്ട ചില ശുശ്രൂഷകൾ ഒരു ശിഷ്യൻ എന്ന നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ തിമോഥെയോസിലുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ പൗലോസ് ഇവിടെ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ശിഷ്യത്വത്തിനുള്ള പ്രതിഫലങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഒരു ശിഷ്യനായി തീർന്നാൽ ആ ശിഷ്യന്റെ ശുശ്രൂഷയ്ക്ക് അനുസരണം, അവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരണമായിട്ടുള്ള പ്രവൃത്തി അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ അവന് ലഭിക്കും. ഇവിടെ ഇതാ പൗലോസിന്റെ ജീവിതത്തിന്റെ സായാഹ്ന നിമിഷങ്ങൾ. 6-ാമത്തെ വാക്യത്തിൽ, ഞാനോ ഇപ്പോൾ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ മാനസാന്തരത്തെ കുറിച്ചൊക്കെ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നുണ്ട്. 9-ാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായിട്ടത് കാണുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു ശിഷ്യന്മാരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന മുഴുവൻ ആളുകളെയും തിരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവസഭയെ പോലും ഈ ഭൂമുഖത്ത് കാണേണ്ടത് എന്നുള്ളതായിരിക്കുന്ന ലക്ഷ്യത്തോടുകൂടെ ഇറങ്ങി തിരിച്ചതായ മനുഷ്യൻ, ദമസ്കോസിൽ വെച്ചുള്ളതായ യേശുവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ആ കണ്ടുമുട്ടലാണ് പൗലോസിനെ മാറ്റിമറിച്ചത്, പൗലോസിൽ വരുത്തിയ മാനസാന്തരം ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ തുടങ്ങി യേശുവിന്റെ ഒരു ശിഷ്യനായി പൗലോസ് വേർതിരിക്കപ്പെടുകയും അന്ന് മുതലുള്ളതായിരിക്കുന്ന പൗലോസിന്റെ പ്രയാണം അനേകരെ യേശുവിന്റെ ശിഷ്യന്മാരാക്കുന്നതിൽ വളരെ വ്യഗ്രതയോടുകൂടിയായിരുന്നു പൗലോസ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തന്റേതായ ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന നിമിഷങ്ങളിൽ
പൗലോസ് പറയുന്ന ഭാഗമാണ്, ഞാനോ ഇപ്പോൾ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ഒരു ഗ്ലാസ്സിൽ വെള്ളം മറ്റൊരു ഗ്ലാസ്സിലേക്കോ മറ്റൊരു പാത്രത്തിലേക്കോ ഒഴിക്കുന്നത് പോലെ, പകരുന്നത് പോലെ പൗലോസ് പറയുകയാണ്, ഞാൻ ഒരു പാനീയയാഗമായി ഒഴിക്കപ്പെടുകയാണ്. രക്തം ഒഴുക്കിയുള്ള ഒരു യാഗം. യാഗാർപ്പണത്തിന് വേണ്ടി ഒരു യാഗാർപ്പകൻ മൃഗവുമായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, സമാഗമന കൂടാരത്തിൽ കടന്നു വരുമ്പോൾ പുരോഹിതന്റെ കയ്യിൽ അത് ഏൽപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ തൻ്റെ ശുശ്രൂഷയുടെ പരിസമാപനം കുറിക്കുന്ന നിമിഷങ്ങളിൽ താൻ പറയുന്നു, ഞാൻ ഒരു പാനീയയാഗം പോലെ ഒഴിക്കപ്പെടുകയാണ്. അടുത്ത് താൻ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി. ഒരു ശിഷ്യൻ എന്ന നിലയിൽ നല്ലൊരു പോരാട്ടം പൗലോസ് കാഴ്ചവെക്കാനിടയായി. ഈ അത്ലറ്റിക്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഗെയിംസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പോരാട്ടങ്ങൾ. അവരതിൽ വിജയിക്കുന്നതിന് വേണ്ടി ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഏതൊരു ഗെയിംസിലും മത്സരാർത്ഥികൾ മത്സരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വിജയിയായി തീരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ സന്തോഷമാണ്. പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി എന്നുള്ളതാണ്. മറ്റൊരു ചിന്ത പറയുന്നത്, ഞാൻ ഓട്ടം തികച്ചു. എന്തിനു വേണ്ടിയുള്ളതായിരിക്കും ഓട്ടമാണ് പൗലോസ് ചെയ്തുകൊണ്ടിരുന്നത്? തൻ്റെ ശുശ്രൂഷയിലൂടെ ആത്മാക്കളെ ക്രിസ്തുവിനായി ആദായപ്പെടുത്തുവാൻ, തൻ്റെ ദൗത്യം, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അതെല്ലാം വിശ്വസ്തോടെ താൻ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, എൻ്റെ ഓട്ടം ഞാൻ തികച്ചു, ഇനി നീതിയുടെ കിരീടം, അടുത്തൊരു ഭാഗം വിശ്വാസം കാത്തു. തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവനിൽ അന്തർലീനമായിരിക്കുന്ന വിശ്വാസത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ തിരസ്കരിക്കുവാനോ ആ വിശ്വാസം തള്ളിപ്പറയുവാനോ അവൻ തയ്യാറാകുകയില്ല. പൗലോസ് പറഞ്ഞ, ഞാൻ ആ വിശ്വാസം കാത്തു എന്നാണ് പറയുന്നത്. മരണം വരെയും ആ വിശ്വാസത്തിൽ നിന്ന് വഴുതി പോകേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴും വിശ്വാസ നായകനായിരിക്കുന്ന യേശുവിൽ മാത്രം നോക്കിക്കൊണ്ട് ആ വിശ്വാസത്തെ പൗലോസ് മുറുകെ പിടിക്കുകയും അതിനെ സൂക്ഷിക്കുകയും കാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ നിര്യാണകാലം അടുത്തു. അപ്പോൾ ഏറെക്കുറെ തൻ്റെ മരണത്തിൻ്റെ നിമിഷങ്ങൾ അടുത്തിരിക്കുകയാണെന്നുള്ളത് പൗലോസിന്റെ തിരിച്ചറിവുണ്ടായിട്ട് തൻ്റെ നിജപുത്രനായിരിക്കും തിമോത്തിയോസിനോട് പറയുകയാണ്, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുക. ഈ നിര്യാണം എന്നുള്ളതൊരു വാക്ക് അല്പം കൂടെ വിശകലനം ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം. നിര്യാണം, മറ്റൊരു വാക്കിൽ പറഞ്ഞ വേർപാട് എന്നുള്ളൊരു പദം എന്നെ കൊണ്ട്, വേർപാട്, വേർവിട്ടു പോകും. ഈ പദം പല സാഹചര്യങ്ങളിൽ പ്രത്യേക നിലവാരത്തിൽ അതിനെ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഉദാഹരണമായി, ഒരു കാള നുകത്തിന്റെ കീഴിൽ കുറേ സമയങ്ങൾ അത് കൃഷി സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വയലിൽ ഉഴുതുമറിക്കുവാനുള്ള അങ്ങനെയൊരു പ്രവൃത്തിക്ക് വേണ്ടി ആ കാള വിധേയപ്പെടുമ്പോൾ രാവിലെ മുതൽ വൈകുവോളം വയലിൽ കട്ടകളെ ഉഴുതുമറിച്ച് വിശ്രമരഹിതമായിട്ട് അധ്വാനിക്കുന്ന ആ കാളയെ ആ വയലിലെ ജോലിക്ക് അനന്തരമായിട്ട് ആ കൃഷി ഉഴുതുമറിക്കുന്ന ആ കൃഷിക്കാരൻ ആ കാളയെ നുകത്തിന്റെ കീഴിൽ നിന്ന് അഴിച്ചു മാറ്റി അതിനെ സ്വതന്ത്രമാക്കി വിടുന്നത് കാണാൻ കഴിയുന്നു. ആ നുകത്തിന്റെ കീഴിൽ നിന്ന് തൻ്റെ ആ കഴുത്ത് സ്വതന്ത്രമാകുമ്പോൾ കാളയ്ക്കുണ്ടാകുന്ന
ആ ഒരു എന്താ പറയുക, ഒരാശ്വാസം വലുതാണ്. ഈ വേർപാടെന്ന പദം ഇതിനോട് താരതമ്യം ചെയ്ത് പൗലോസ് സൂചിപ്പിക്കുകയാണ്. ദീർഘകാലയളവിൽ കർത്താവിന് വേണ്ടി ഒരു ശിഷ്യനായി നിന്ന് ശുശ്രൂഷകൾ നിർവഹിച്ച അനന്തരമായിട്ട് കഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്ന് പൗലോസ് വേർപെട്ടു പോകാൻ സമയമെടുത്തിരിക്കുക. അപ്പോൾ നിര്യാണം എന്നുള്ള വാക്കുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥം നമുക്ക് കാണാൻ കഴിയുന്നു. രണ്ടാമതായിട്ട് ഈ നിര്യാണം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഒരു അർത്ഥം, ഒരു തുറമുഖത്ത് നങ്കൂരമടിച്ച് കിടക്കുന്ന കപ്പൽ, പ്രക്ഷുബ്ധമായിരിക്കുന്ന കാറും കോളും നിറഞ്ഞതായിരിക്കുന്ന കടലിൽ അടിച്ചുവിടുന്ന തിരമാലകൾ ശാന്തമാകുന്നതിന് വേണ്ടി അത് കെട്ടടങ്ങിയിട്ട് തുടർന്നും യാത്ര തിരിക്കുന്നതിന് വേണ്ടി കാത്തു കിടക്കുന്ന ഒരു കപ്പൽ. അത് നങ്കൂരം വളരെ ആഴത്തിൽ ഇറക്കിയ ശേഷം ആ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ അവിടെ വിശ്രമിക്കുകയാണ് കപ്പൽ. എന്നാൽ ചില ദിനങ്ങൾ കഴിയുമ്പോൾ, കടൽ ശാന്തമായി കഴിയുമ്പോൾ എന്തു ചെയ്യും? ഈ നങ്കൂരം വലിച്ചുയർത്തി കപ്പൽ യാത്ര തുടരും. അപ്പോൾ ഒരു നങ്കൂരം കടലിൽ നിന്ന് എടുത്ത് യാത്ര തുടരുന്നതിനെ സമാനപ്പെടുത്തിയാണ് നിര്യാണം എന്ന് പറയുന്ന ആ വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിന്റെ കയറുകളും കുറ്റികളും. നമുക്കറിയാം, അത് കുറ്റികളാൽ ബന്ധിച്ചാണ് കെട്ടി നിർത്തിയിരിക്കുന്നത്. കുറെ കഴിയുമ്പോൾ ആ തിരശീല ആ കൂടാരത്തിന്റെ ശീലകളെല്ലാം ആ കുറ്റിയിൽ നിന്ന് അഴിച്ച് അതിനെ ചുരുട്ടിക്കെട്ടി വീണ്ടും യാത്ര ചെയ്യും. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത യാത്ര ചെയ്യുമ്പോഴൊക്കെ അവരോടൊപ്പമായി സഞ്ചരിച്ച ഒരു മൊബൈൽ ടെമ്പിൾ ആയിരുന്നു അവരുടെ സമാഗമന കൂടാരം. അപ്പോൾ ഒരു കൂടാരത്തെ കുറ്റിയിൽ നിന്ന് വേർപെടുത്തി തുടർന്നും സഞ്ചാരത്തിൽ ആ കൂടാരത്തെ കൊണ്ടുപോകുന്നതിനോട് സമാനപ്പെടുത്തിയാണ് ഈ നിര്യാണം എന്ന് പറയുന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 3 അർത്ഥതലങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഒരു കാളയെ അതിൻ്റെ നുകത്തിൻ്റെ കീഴിൽ നിന്ന് സ്വതന്ത്രമാക്കുക. 2, പ്രക്ഷുബ്ധമായിരിക്കുന്ന കടലിൽ നങ്കൂരം അടിച്ചു കിടക്കുന്ന ഒരു കപ്പൽ, ആ കടൽ ശാന്തമായ അനന്തരമായി നങ്കൂരം എടുത്ത് വീണ്ടും യാത്ര തുടരുക. 3, കൂടാരത്തിൻ്റെ കയറുകൾ, കുറ്റിയുമായി ബന്ധിച്ചിരിക്കുന്ന കയറുകൾ അഴിച്ച് പിന്നെയും യാത്ര തുടരുക. ഈ 3 ചിന്തകളാണ് നിര്യാണം എന്ന് പറയുന്ന വാക്കിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പൗലോസ് അത് പറയുകയാണ്, ഞാൻ എൻ്റെ നിര്യാണക്കാലം അടുത്തിരിക്കുക. അതുകൊണ്ട് ഒരു തിരിഞ്ഞു നോട്ടമാണ് പൗലോസ് ഇവിടെ നടന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ പൗലോസിന് വളരെ ചാരിതാർത്ഥത്തോട് പറയാൻ കഴിയുന്നുണ്ട്, ഒരു ശിഷ്യൻ എന്ന നിലയിൽ അനേക ശിഷ്യന്മാരെ കർത്താവായ യേശുവിന് വേണ്ടി നേടിയെടുത്തതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശിഷ്യൻ എന്ന നിലയിൽ താൻ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. അടുത്ത വചനമാണ് ഒരു ശിഷ്യന് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. ശിഷ്യത്വത്തിൽ നമുക്ക് പ്രതിഫലം കാണാൻ കഴിയുന്നുണ്ട്. ആ പ്രതിഫലത്തെ സംബന്ധിച്ച് കാണുന്നത് എന്താണ്? ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എന്തൊരു ഉറപ്പാണ്, എന്തൊരു ആത്മവിശ്വാസമാണ് പൗലോസ് പറയുന്നത്. പ്രിയരെ, ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഒരു ശിഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഈ പ്രതിഫലത്തിനൊക്കെ അർഹരാണോ? നമ്മുടെ ശിഷ്യത്വത്തിൽ നാം ഒരു ശുശ്രൂഷകന്റെ ദൗത്യങ്ങൾ ചെയ്യാറുണ്ടോ? ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഒരു ശിഷ്യനായിരിക്കും കാലം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരണമായിട്ട് ഒരു പ്രതിഫലം കർത്താവ് നമുക്ക് തരാൻ പോകുന്നു. ആ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളിൽ, ആ ദിനത്തിൽ ആ പ്രതിഫലം നമ്മളുടെ ഏറ്റുവാങ്ങുവാൻ വന്നു നിൽക്കുമ്പോൾ പൗലോസിനെ പോലെ ഒരു വലിയ ഉറപ്പോടുകൂടെയാണോ നമുക്കത് പറയാൻ കഴിയുന്നത്? പൗലോസ് എത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു.
അതാരാണ് തരുന്നത്? നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. യേശുവിന്റെ ശിഷ്യൻ ആയിത്തീർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ കേവലം ഒരു ശിഷ്യനായി ഇരിക്കുക മാത്രമല്ല, ഒരു ശിഷ്യന്റെ ശുശ്രൂഷകൾ എന്തൊക്കെയോ, ദൗത്യങ്ങൾ എന്തൊക്കെയോ അതെല്ലാം അവൻ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്കുള്ളൊരു പ്രതിഫലമാണ് നീതിയുടെ കിരീടം. അത് നീതിയുള്ള കർത്താവ് ആ ദിവസത്തിന് എനിക്ക് നൽകും. എത്ര ശ്രേഷ്ഠമേറിയ പൗലോസിന്റെ ഉറപ്പേറിയ ഒരു പ്രഖ്യാപനമാണത്. ആ നീതിയുള്ള കർത്താവ് എനിക്ക് എന്തു ചെയ്യും? അത് നൽകും ആ ദിവസത്തിൽ. തനിക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പ് വ്യക്തമായി പൗലോസോട് പറഞ്ഞ അനന്തരമായി അടുത്ത നമ്മളെ സംബന്ധിച്ചുള്ളതായ ഒരു പരാമർശമാണ്. അടുത്ത വാക്കിങ്ങനെയാണ്: എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അതിൽ നമ്മളെല്ലാവരും ഉൾപ്പെട്ടവരാണ്. ഇനി കർത്താവിന്റെ അടുത്ത പ്രത്യക്ഷത എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ മടങ്ങി വരവുണ്ട്. ദൈവസഭയെ ചേർക്കാൻ കടന്നു വരുമ്പോൾ, തന്റെ ശിഷ്യഗണങ്ങളെ ചേർക്കാൻ കടന്നു വരുമ്പോൾ, ആ മടങ്ങി വരവിൽ ഈ നീതിയുടെ കിരീടം നമുക്കും പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളതായ ശുഭകരമായിരിക്കുന്നൊരു വാർത്ത പൗലോസ് ഇവിടെ കൈമാറുകയാണ്. പൗലോസിന് നീതിയുടെ കിരീടം പ്രാപിക്കാൻ പര്യാപ്തമായി തീരുന്നതായ വിഷയങ്ങൾ എന്തൊക്കെയാണ്? തൊട്ടുമുള്ള വാക്കുകൾ പൗലോസ് അത് പറഞ്ഞിട്ടുണ്ട്. വാക്കിലൂടെ: ഞാൻ വിശ്വാസം കാത്തു, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഭരമേൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം വളരെ വിശ്വസ്തയോടെ ചെയ്തു തീർത്തു. അവൻ പ്രതിഫലത്തിന് യോഗ്യനാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള ദീർഘമേറിയ 8 മണിക്കൂർ ജോലിയിൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ജോലി അവസാനിപ്പിച്ച് ഭവനത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് അന്ന് അധ്വാനിച്ചതിൻ്റെ വേതനം, പ്രതിഫലം വാങ്ങിക്കൊണ്ടാണ് അവൻ പോകുന്നത്. മാനുഷികമായ നിലയിൽ ലോകത്തിന്റെ വ്യവസ്ഥിതി അങ്ങനെയെങ്കിൽ അരുമനാഥനായിരിക്കുന്ന യേശു കർത്താവിന്റെ ശിഷ്യന്മാരായി കർത്താവ് നമ്മെ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ നിർവടിയായി ചെയ്യുന്ന ഓരോ ശിഷ്യനും ദൈവം പ്രതിഫലം കൊടുക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. നിശ്ചയമായി അവൻ പ്രതിഫലത്തിന് അർഹനാണ്. അവന് പ്രതിഫലം കൊടുത്തിരിക്കും. ആകയാൽ പൗലോസ് ഇവിടെ തിമോത്തിയോസിനെ ധൈര്യപ്പെടുത്തുകയാണ്. ഞാൻ പ്രാപിച്ചതുപോലെ പ്രതിഫലത്തിന് നീയും അർഹനാണ്, നീയും അത് പ്രാപിക്കും. ആകയാൽ നീ സകലത്തിന് നിർമ്മതനായിരിക്കണം, നീ കഷ്ടം സഹിക്കണം, സുവിശേഷകന്റെ പ്രവൃത്തി നീ ചെയ്യണം. മാത്രമല്ല, നീ പ്രാപിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിറപടിയായി നിവർത്തിക്കുക. അപ്പോൾ ഒരു ശിഷ്യൻ എന്ന നിലയിൽ നമുക്ക് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിലേക്കുള്ള പ്രയാണമാണ് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ഒരു ശിഷ്യനായിരുന്നു കൊണ്ട് കർത്താവിന് വേണ്ടി എന്തൊക്കെ ആയിത്തീരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമയം പോയിട്ടില്ല, ഇനിയും നമ്മുടെ മുമ്പിൽ അവസരമുണ്ട്. സമയം പോയില്ലെന്നോർത്ത് ആരും ദുഃഖിക്കരുത്. ഇനിയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പൗലോസിന്റെ വാക്കുകൾ ഇന്ന് രാത്രി നമ്മെ ഒരിക്കൽ കൂടെ പ്രചോദിപ്പിക്കുകയാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും. താൻ പ്രാപിച്ചതായിരിക്കുന്ന നീതിയുടെ കിരീടം അസന്നഭാവിയിൽ നമുക്കും പ്രാപിക്കാം. അതിനുള്ളതായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവിൻ്റെ വേലയിൽ അഹോരാത്രം നമുക്ക് അധ്വാനിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കട്ടെ. ഈ രാത്രിയിലെ നമ്മുടെ ക്ലാസ്സിലൂടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിച്ച
ഭാഗമെന്ന് പറയുന്ന ശിഷ്യത്വത്തിൽ നമ്മൾ കാണുന്ന പ്രതിഫലങ്ങളെ കുറിച്ചാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിത്യമായും ഒരു ശിഷ്യന് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം പ്രാപിച്ച അനുഗ്രഹീതനായിരിക്കുന്ന ഒരു ശിഷ്യൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ കുറിച്ച് നമുക്ക് ചുരുക്കം സമയങ്ങളിൽ പഠിക്കുവാൻ കഴിഞ്ഞു. കർത്താവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ. ഇപ്രകാരം എനിക്ക് ക്ലാസ് എടുക്കുവാൻ അവസരം നൽകി തന്ന ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയറിൻ്റെ എല്ലാ ഔദ്യോഗികമായ ചുമതല വഹിക്കുന്നവർ, പ്രത്യേകാൽ ഈ ഫേസ്ബുക്ക് പേജിൻ്റെ മുഖ്യ അഡ്മിനായി സേവനമനുഷ്ഠിക്കുന്ന തോമസ് ടെറിയാൻ അവர்கள் എല്ലാവർക്കും ക്രിസ്തുവിനെ നന്ദിയും പ്രകാശിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.